ഹായ് ഗൈസ് എന്നാണ്ട് വെൽക്കം ടു അലമാര. അലമാരയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 2021 ജൂൺ ടേം ആൻഡ് എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എക്സാം നടക്കുന്ന ആർക്കൊക്കെയാണ്, ഇപ്പോൾ എക്സാം നടക്കാത്തത് ആർക്കൊക്കെയാണ്, എക്സാം പോസ്റ്റ്പോൺ ചെയ്ത ആർക്കൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചിട്ടും എക്സാം ഫീ പേയ്മെന്റ്, നിങ്ങളുടെ എക്സാമിനേഷനുള്ള അതായത് നിങ്ങളുടെ 2021 ജൂൺ സൈക്കിളിൽ തീരുന്ന നിങ്ങളുടെ വാലിഡിറ്റിയിൽ ഒരു എക്സ്റ്റൻഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ അധികം കോമൺ ഡൗട്ടുകളെ കുറിച്ചൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അലമാര ഹിയറിൽ. ഇതെല്ലാവർക്കും അഡ്മിഷൻ എടുത്ത ആളുകൾക്കും ഇപ്പോൾ എക്സാമിന് വേണ്ടി അപ്പിയർ ചെയ്യാൻ പോകുന്ന ആളുകൾക്കും സെമസ്റ്റർ വൈസ് സ്റ്റുഡൻസിനൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. ചാനൽ നിങ്ങളുടെ എല്ലാവിധ ഇൻഫർമേഷൻസും അടങ്ങിയ ഇഗ്നോയുടെ വീഡിയോസ് നമ്മൾ ചാനൽ ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്, കോമൺ ആയിട്ട് ഡൗട്ടുകളെ കുറിച്ച് സംസാരിക്കാറുണ്ട്, മറ്റെല്ലാ ഇൻഫർമേഷൻസും നമ്മളിവിടെ പാസ് ചെയ്യാറുണ്ട്. എന്തെങ്കിലും ഇഗ്നോയുടെ ഡൗട്ട് ഉണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് കണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നമ്മുടെ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് ഇഗ്നോയുടെ വെബ്സൈറ്റിലേക്ക് തന്നെ പോയിട്ട് നമുക്ക് നോക്കാം എന്താണ് നമ്മൾ ഇന്ന് നോക്കുന്ന നോട്ടിഫിക്കേഷൻ റിഗാർഡിംഗ് ടേം ആൻഡ് എക്സാമിനേഷൻ ഫോർ ഫൈനൽ ഇയർ സെമസ്റ്റർ സ്റ്റുഡൻസ് ടു ബി ഹെൽഡ് ഇൻ ദി മന്ത് ഓഫ് ഓഗസ്റ്റ് 2021 എന്ന് പറഞ്ഞിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കൊടുക്കാം, ക്ലിക്ക് ചെയ്യാൻ സാധിക്കും. ക്ലിക്ക് ഹിയർ റിഗാർഡിംഗ് ദ ജൂൺ ടേം ആൻഡ് എക്സാമിനേഷൻ 2021 ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ നമ്മൾ സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ പോകുമ്പോൾ നമ്മൾ ഇതാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഡേറ്റഡ് ആണ്, 9th ജൂലൈ ഡേറ്റഡ് സൈൻ ചെയ്തതാണ്, ഡേറ്റഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ Term and examination June 2024 final year or end students to be held in August 2021. അപ്പോൾ ഓഗസ്റ്റ് 2020 നടക്കാൻ പോകുന്ന എക്സാമിൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്കിത് 8 പോയിന്റ് ആയിട്ടാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 8 പോയിന്റ് ആയിട്ട് വളരെ പ്രധാനപ്പെട്ട 8 പോയിന്റിലേക്കാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡിവൈഡ് ആയിട്ട് പോയിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ തൊട്ട് നമുക്ക് നോക്കാം. നമുക്ക് നോക്കി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞ് നമുക്ക് പോകാം. ഇൻ ദ വ്യൂ ഓഫ് ദി നേഷൻ വൈഡ് COVID-19 പാൻഡമിക് സിറ്റുവേഷൻ ദി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഈസ് കണ്ടക്ടിംഗ് ടേം ആൻഡ് എക്സാമിനേഷൻ ജൂൺ 2021 ഫ്രം 3rd August 2020. അത് ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തു. 2021 ജൂൺ ടേം ആൻഡ് എക്സാമിനേഷൻ ഓഗസ്റ്റ് 3 സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് ഓൾറെഡി നേരത്തെ ഷെഡ്യൂൾ ചെയ്തിരുന്നതനുസരിച്ചിട്ട് ജൂൺ 15 സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഷെഡ്യൂൾ മാറ്റി ഇപ്പോൾ ഓഗസ്റ്റ് 3 സ്റ്റാർട്ട് ചെയ്യും. ഫോർ ഫൈനൽ ഇയർ ഓർ ഫൈനൽ സെമസ്റ്റർ സ്റ്റുഡൻസ് ഓഫ് മാസ്റ്റേഴ്സ് പ്രോഗ്രാം, ഇവിടെ കൊടുത്തിട്ടുണ്ട് മാസ്റ്റേഴ്സ് പ്രോഗ്രാം, ബാച്ചിലേഴ്സ് പ്രോഗ്രാം, ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേറ്റ്, ഡിപ്ലോമ ആൻഡ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ്. അപ്പോൾ ഇത്രയും പ്രോഗ്രാംസ് വരുന്ന സ്റ്റുഡൻസിനാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് 2021 ഓഗസ്റ്റ് 3 എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതായത് അവസാന വർഷ അല്ലെങ്കിൽ അവസാന സെമസ്റ്റർ മാസ്റ്റർ ഡിഗ്രി പ്രോഗ്രാമിലെ വിദ്യാർത്ഥികൾക്ക്, ബാച്ചിലർ ഡിഗ്രി പ്രോഗ്രാമിലെ വിദ്യാർത്ഥികൾക്ക്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകളിലെ വിദ്യാർത്ഥികൾക്കാണ് പറഞ്ഞിരിക്കുന്നത്. സബ്ജക്ട് ടു ഫുൾഫില്ലിംഗ് ദി യൂണിവേഴ്സിറ്റീസ് നോംസ് ഓൺ അഡ്മിഷൻസ് ഇയർ ആൻഡ് രജിസ്ട്രേഷൻ വാലിഡിറ്റി പീരീഡ്. അതായത് നമുക്കറിയാം ഒരു വർഷത്തിന് ശേഷമായിരിക്കും, അല്ലെങ്കിൽ ഫൈനൽ ഇയർ വരുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ PG വരുന്ന വിദ്യാർത്ഥികളാണ് 2 വർഷം കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ബാച്ചിലർ വരുന്ന ഡിഗ്രി വിദ്യാർത്ഥികളാണെങ്കിൽ 3 വർഷം കംപ്ലീറ്റ് ചെയ്തിരിക്കണം. PG ഡിപ്ലോമ വരുന്ന വിദ്യാർത്ഥികളാണ് 1 വർഷം, സർട്ടിഫിക്കറ്റ് 6 മാസം തുടങ്ങിയ അതേ ഓരോ കാലയളവ് കംപ്ലീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമായിരിക്കും അവർക്ക് എക്സാമിന് വേണ്ടി അപ്പിയർ ചെയ്യാൻ സാധിക്കുന്നത്. അവരെ ആയിരിക്കും അവസാന വർഷ വിദ്യാർത്ഥികളായിട്ട് കണക്ക് കൂട്ടും. ഒന്നാമത്തെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞത് നമ്മുടെ എക്സാംസ് ഫൈനൽ ഇയേഴ്സിന് 3rd August 2021 സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഹോൾ ടിക്കറ്റ് നിലവിൽ റിലീസ്ഡ് അല്ല. ഹോൾ ടിക്കറ്റ് റിലീസ് ആകുന്ന സമയത്തും ഡേറ്റ് ഷീറ്റ് റിലീസ് ആകുന്ന സമയത്തും നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്യും. ബാക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന സെക്കൻഡ് പോയിന്റിലേക്ക് വരുമ്പോൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അക്കോർഡിംഗ്ലി ഓൺലി ദോസ് സ്റ്റുഡൻസ് ഓഫ് മാസ്റ്റേഴ്സ്, bachelor's, PG diploma and certificate program who have registered for the final year or semester of their program were eligible to appear in 2021 June term and examination എന്ന് പറഞ്ഞിട്ടുണ്ട്. have submitted the examination form. അതായത് TE 2021 നൽകിയിരിക്കണം ആൻഡ് ആർ എലിജിബിൾ ടു അപ്പിയർ ഇൻ ദ TE ടു ബി കണ്ടക്റ്റഡ് ഇൻ ദി 2000. അപ്പോൾ പറഞ്ഞിട്ടുണ്ട് 2021 വിദ്യാർത്ഥികൾക്ക്, അതായത് അവർ കൃത്യമായി 2 വർഷം കംപ്ലീറ്റ് ചെയ്തിരിക്കണം. മാസ്റ്റർ ഡിഗ്രി പ്രോഗ്രാമാണ്, മിനിമം 2 വർഷം, മിനിമം ഡ്യൂറേഷൻ 2 വർഷം കംപ്ലീറ്റ് ചെയ്തിരിക്കണം. പിന്നെ ഫൈനൽ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഫൈനൽ സെമസ്റ്റർ, അതായത് സെമസ്റ്റർ വൈസ് വരുന്ന പ്രോഗ്രാമുകൾ, മാസ്റ്റർ ഡിഗ്രി പ്രോഗ്രാം ചെയ്യുന്ന ആളുകളുണ്ട്, MBA, MCA തുടങ്ങിയ അവരൊക്കെ ആണെങ്കിൽ ജൂലൈ 2020 രജിസ്റ്റർ ഫൈനൽ ഇയർ അല്ലെങ്കിൽ സെമസ്റ്റർ രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. അതിന് മുമ്പോ അതിന് ശേഷമോ, അല്ലെങ്കിൽ ജനുവരി 2021, അതായത് സെമസ്റ്റർ വരുന്ന ബേസ്ഡ് വരുന്ന വിദ്യാർത്ഥികൾ ജനുവരി 2021 റീ രജിസ്ട്രേഷൻ ചെയ്ത ആളുകളായിരിക്കണം. മാസ്റ്റർ ഡിഗ്രി പ്രോഗ്രാമുകളിൽ 2019 ജൂലൈയിൽ അല്ലെങ്കിൽ അതിന് മുമ്പോ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളായിരിക്കണം. ഇപ്പോൾ അവർക്ക് 2 വർഷം കംപ്ലീറ്റ് ചെയ്ത് അവരായിരിക്കും ഫൈനൽ ഇയേഴ്സ് ആയിട്ട് കണക്ക് കൂട്ടുന്നത്. അതുപോലെ തന്നെ ബാച്ചിലർ ഡിഗ്രി പ്രോഗ്രാമുകളിൽ മിനിമം 3 വർഷം ഡ്യൂറേഷൻ വരുന്ന പ്രോഗ്രാമുകളിലെ BCA പ്രോഗ്രാമുണ്ട്. അപ്പോൾ അതിന് 2018 അല്ലെങ്കിൽ അതിന് മുമ്പ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കാണ് ഫൈനൽ ഇയർ എക്സാംസ് ഇപ്പോൾ നിലവിൽ 3rd August എഴുതാൻ പറ്റുന്നത്. പിന്നെ സെമസ്റ്റർ വൈസ് വരുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ 2020 ജൂലൈയിൽ റീ രജിസ്ട്രേഷനോ അല്ലെങ്കിൽ നിങ്ങൾ
റീ അഡ്മിഷൻ എടുത്ത ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക്. പിന്നെ 2021 ജനുവരിയിൽ റീ രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾ, അതായത് ഫൈനൽ ഇയറിലേക്ക് ഫൈനൽ സെമ്മിലേക്കൊക്കെ റീ രജിസ്ട്രേഷൻ, അതായത് ഫൈനൽ സെമ്മിലേക്ക് റീ രജിസ്ട്രേഷൻ ചെയ്ത ആളുകൾക്കാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു അവസരം നമുക്ക് കിട്ടുന്നത് എക്സാംസ് എഴുതാൻ വേണ്ടി. അപ്പോൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ബാച്ചിലർ ഡിഗ്രി ആൻഡ് മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോഗ്രാം വിച്ച് ആർ ഓഫേർഡ് ത്രൂ MOU, അതായത് നമുക്ക് പല ഏജൻസികളുമായിട്ട് മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് കൊളാബറേഷനൊക്കെ സൈൻ ചെയ്തിട്ടുള്ള ഡിഗ്രി പ്രോഗ്രാമുകളുണ്ട്. അതായത് BEd, പിന്നെ BSc നഴ്സിംഗിൻ്റെ, പിന്നെ ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ്, BLIS, BCom A&F, BCom CAA, പിന്നെ BCom FCA തുടങ്ങിയ പ്രോഗ്രാമുകളും, BBA റീറ്റെയിലിംഗ് സർവീസ് മാനേജ്മെൻറ്റും ഒക്കെ പല ഏജൻസികളുമായിട്ട്, എക്സ്റ്റേണൽ ഏജൻസികളുമായിട്ട് MOU സൈൻ ചെയ്യണം. അങ്ങനെ വരുന്ന ഏജൻസികളുടെയും ഫൈനൽ ഇയർ എക്സാമിനേഷൻ നമുക്ക് ഈ തവണ നടക്കുന്നതായിരിക്കും. അതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്ന മാസ്റ്റർ ഡിഗ്രി പ്രോഗ്രാമുകളുണ്ട്. അതായത് MBA ഇൻ ബാങ്കിങ് ആൻഡ് ഫിനാൻസ്, MCA പുതിയ സ്കീമിൽ വരുന്ന MCA, പിന്നെ MHA, MLIS, പിന്നെ MCom തുടങ്ങിയ പ്രോഗ്രാമുകൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ നമുക്ക് ഫൈനൽ ഇയർ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ എക്സാം എഴുതാൻ സാധിക്കുന്നതാണ്. ഓൾ പ്രോഗ്രാംസ് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ or postgraduate certificate and certificate programs can also write the exams in 3rd August 2021. പിന്നെ നമുക്ക് ഇപ്പോൾ കോമൺ ആയിട്ട് വരുന്ന മറ്റു ഡൗട്ട് എന്നാൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥികൾ അപ്പോൾ എന്ത് ചെയ്യും എന്നൊരു കോമൺ ഡൗട്ട് ഇപ്പോൾ നിലവിൽ വിദ്യാർത്ഥികൾക്ക് ഉയരാറുണ്ട്. അപ്പോൾ ആ ഒരു ഡൗട്ടുകളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ക്ലാരിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം പറഞ്ഞിട്ടുണ്ട്, there will be no term and examination June 2020 for students of CBCS, അതായത് ക്രെഡിറ്റ് ബേസ്ഡ് ചോയ്സ് സിസ്റ്റത്തിൽ വരുന്ന UG പ്രോഗ്രാമുകളായ BAG, BSG, BComG, PSWG, BAECH, BHHIH, BAPSH, BAPCH, BAPAH, BASOM, BSc, ANH, BSc, BCH, BAEGH, BAHDH തുടങ്ങിയ പ്രോഗ്രാമുകളിൽ വിദ്യാർത്ഥികൾക്ക്, അതായത് കോമൺ ആയിട്ട് വരുന്ന എല്ലാവിധ ഡിഗ്രി പ്രോഗ്രാമുകളിലും, ഹോണേഴ്സ് ഡിഗ്രി പ്രോഗ്രാമുകളിലും, ജനറൽ ഡിഗ്രി പ്രോഗ്രാമുകളിലെ വിദ്യാർത്ഥികൾക്ക് നിലവിൽ 1ാം വർഷ 2ാം വർഷ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകില്ല എക്സാമിനേഷൻ. 3rd August 2021 എക്സാംസ് ഉണ്ടാകില്ല എന്ന് പറയുന്ന നോട്ടിഫിക്കേഷനിൽ പറയുന്നു. ഇത് കൺഫേംഡ് ന്യൂസ് ആണ്, കൺഫേംഡ് ആയിട്ടുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആണ്. ഓൾ ടേം ആൻഡ് എക്സാമിനേഷൻ ഓഫ് ദീസ് പ്രോഗ്രാംസ് വിൽ ബി ഹെൽഡ് ഇൻ ദി മന്ത് ഓഫ് December 2021. അതായത് ഈ വരുന്ന 1ാം വർഷ 2ാം വർഷ വിദ്യാർത്ഥികളുടെ എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത് അവർക്ക് 2021 ഡിസംബർ ടേം എക്സാമിനേഷൻ്റെ കൂടെ തന്നെ ആയിരിക്കും. അപ്പം ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഇപ്പോൾ നിലവിൽ 1ാം വർഷ 2ാം വർഷ വിദ്യാർത്ഥികൾ എക്സാമിനേഷൻ ഫോം ഫില്ല് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ എക്സാമിനേഷൻ ഫീസ് അവിടെ അഡ്ജസ്റ്റ് ആകുന്നതായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതായിരിക്കും. ഡിസംബർ 2021 എക്സാമിനേഷൻ അപ്പിയർ ചെയ്യുന്ന സമയത്ത് അവരുടെ ഫീസ് അവിടെ അഡ്ജസ്റ്റ് ആകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫീസും മറ്റു കാര്യങ്ങളൊന്നും പോവില്ല, നിങ്ങൾ അതോർത്ത് വിഷമിക്കേണ്ട. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽസിനെ കൺസേൺ ചെയ്യണം. പ്രാക്ടിക്കൽസ് ഉള്ള നിലവിൽ കോഴ്സുകളുണ്ട്. നമുക്ക് BSc പ്രോഗ്രാമുകൾക്കും BA നമുക്ക് സൈക്കോളജി പ്രോഗ്രാമുകൾക്കൊക്കെ നമുക്ക് ഇപ്പോൾ പ്രാക്ടിക്കൽസ് അവൈലബിൾ ആണ്. അപ്പോൾ പ്രാക്ടിക്കൽസ് അവൈലബിൾ ആയ വിദ്യാർത്ഥികൾക്ക്, പിന്നെ മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോഗ്രാമിൽ പ്രാക്ടിക്കൽസ് ഉള്ള ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന വിദ്യാർത്ഥികൾക്ക് കോമൺ ആയിട്ട് ഡൗട്ടാണ് എങ്ങനെയാണ് നിങ്ങളുടെ പ്രാക്ടിക്കൽസ് നടക്കുന്നത്. അപ്പോൾ അത് കൺസേൺഡ് ആയിട്ടുള്ള റീജിയണൽ സെന്റേഴ്സ് അറിയിക്കുമെന്നാണ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇൻഫർമേഷൻ ഫോർ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ വേറെവർ ആപ്ലിക്കബിൾ ഷാൽ ബി കമ്മ്യൂണിക്കേറ്റഡ് സെപ്പറേറ്റ്ലി ബൈ ദി കൺസേൺഡ് റീജിയണൽ സെന്റേഴ്സ്. അതായത് കൺസേൺഡ് റീജിയണൽ സെന്റേഴ്സ് എന്ന് പറയാൻ എടുത്തു പറയുന്ന കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ സ്റ്റേറ്റിൻ്റെ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ റീജിയണൽ സെന്ററിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടായിരിക്കും ആ ഭാഗത്ത് എക്സാംസ് നടക്കുന്നതിനെ കുറിച്ചിട്ട് ആലോചിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ആ ഒരു നിലവിലത്തെ സാഹചര്യം കണക്കിലെടുത്തിട്ടായിരിക്കും അവർ എക്സാംസ്, പ്രാക്ടിക്കൽ എക്സാംസ് നടക്കുന്നത്. ഇപ്പോൾ പലപ്പോഴും പ്രാക്ടിക്കൽസ് എക്സാംസ് വോയിസ് ആയിട്ടൊക്കെ നടത്താറുണ്ട് ഓൺലൈൻ മോഡിൽ. പക്ഷേ അത് നമ്മുടെ 2021 ജൂൺ ടേം ആൻഡ് എക്സാമിനേഷൻ ഓഗസ്റ്റിൽ നടന്നതിന് ശേഷം അല്ലെങ്കിൽ ഡിസംബർ ടൈമിലേക്കൊക്കെ ആയിരിക്കണം ഇനി എക്സാംസ് നടക്കാനുള്ള ചാൻസ്. അപ്പം എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ അല്ലെങ്കിൽ ഇമെയിൽ ID നിങ്ങൾക്ക് മെസ്സേജ് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാ ഫോണുകളും വർക്കിംഗ് ആണ് എന്ന്, ആ നമ്പറുകൾ അവിടെ കൊടുത്തിരിക്കുന്ന നമ്പറുകളെല്ലാം വർക്കിംഗ് ആണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ ഇത് ടേം ആൻഡ് എക്സാമിനേഷൻ ഫോർ ദി സ്റ്റുഡൻസ് ഓഫ് ഇന്റർമീഡിയറ്റ് ഓർ ഇയർ ഓർ സെമസ്റ്റർ ഓഫ് ബാച്ചിലേഴ്സ്, മാസ്റ്റേഴ്സ് ആൻഡ് ബാച്ചിലേഴ്സ് പ്രോഗ്രാം ഷെഡ്യൂൾഡ് ഇൻ ജൂൺ 2021 ഹാസ് ബീൻ പോസ്റ്റ്പോൺഡ് ആൻഡ് വിൽ ബി ഹെൽഡ് ഇൻ 2020. സെപ്പറേറ്റ് നോട്ടിഫിക്കേഷൻ വിൽ. അതായത് നമുക്കറിയാം 1ാം വർഷം 2ാം വർഷം, അതായത് ഇന്റർമീഡിയറ്റ് ഇയർ ഓർ സെമസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനൽ സെമസ്റ്ററിന് അല്ലെങ്കിൽ ഫൈനൽ ഇയറിന് താഴെ വരുന്ന എല്ലാ സെമസ്റ്റർ പ്രോഗ്രാം ഡിഗ്രി പ്രോഗ്രാമുകളുടെയും അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ഇയർ വൈസ് പ്രോഗ്രാമുകളുടെയും എക്സാംസ് ബോത്ത് മാസ്റ്റേഴ്സ് ആൻഡ് ബാച്ചിലേഴ്സ് നമുക്ക് ജൂൺ 2021 പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. അത് ഡിസംബറിൽ നടക്കുമെന്ന് വന്നിട്ടുണ്ട്. അതിനൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ തന്നെ ഉണ്ടാകും എന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രധാനമായിട്ട് പ്രോബ്ലം വരുന്നതെന്ന് പറഞ്ഞാൽ സെം വൈസ് വരുന്ന വിദ്യാർത്ഥികളാണ്. അതായത് 2021 ജൂണിൽ 5th സെം എഴുതേണ്ട വിദ്യാർത്ഥി അപ്പോൾ അവൻ്റെ എക്സാമിനേഷൻ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണെങ്കിൽ, ഇപ്പം പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അവർ എക്സാം എഴുതാൻ പോകുന്നത് 2021 ഡിസംബറിലെ എക്സാം ആയിരിക്കും എഴുതാൻ പോകുന്നത്. ആ സമയത്തായിരിക്കും എക്സാം ഉണ്ടാകും. ആ സമയത്ത് അവർ 2 എക്സാം ഒരുമിച്ച് എഴുതേണ്ടി വരും. ചിലപ്പോൾ 5th സെമ്മും 6th സെമ്മും ഒരുമിച്ചിട്ട് ഡിസംബറിൽ
ഡിസംബറിൽ എഴുതേണ്ടി വരും. അപ്പം 2 സെമ്മൊക്കെ ഒരുമിച്ച് എക്സാം എഴുതേണ്ട. അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് നമ്മൾ ഇയർ വൈസ് വരുന്ന വിദ്യാർത്ഥികൾ. അവരുടെ ഇപ്പോൾ 2020 ജൂണിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്ത 2020 അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥിയാണ് 1ാം വർഷം. അപ്പം എൻ്റെ 2021 ജൂണിൽ ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം എഴുതേണ്ടതായിരുന്നു. പക്ഷേ ആ എക്സാം ഡിസംബറിൽ നടക്കുന്നു. ആ എക്സാം ഡിസംബറിൽ നടന്നതിന് ശേഷം അതിൻ്റെ റിസൾട്ട് വരാൻ എങ്ങനെയായാലും ഒരു മാർച്ച് ഏപ്രിൽ സമയം വരെയെങ്കിലും എടുത്തേക്കാം, മാക്സിമം ഏപ്രിൽ സമയം വരെ. അപ്പോൾ മാർച്ചിൽ റിസൾട്ട് വന്നാൽ പോലും അടുത്ത ഇയറിലേക്ക് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത് ജൂൺ 2022 അപ്പോൾ ആ ഒരു 2 എക്സാമുകൾ തമ്മിലുള്ള ഡ്യൂറേഷൻ വളരെ ലിമിറ്റഡ് ആയിരിക്കും. ഏകദേശം 2 മാസം അടുത്ത് മാത്രമായിരിക്കും സമയം കിട്ടുന്നത്. അപ്പോൾ അത് അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കോമൺ പ്രശ്നമാകും. അതുപോലെ തന്നെ ഇയർ വൈസ് വരുന്ന സെയിം റിസൾട്ട് പബ്ലിഷിംഗ് ഇത്തിരി കൂടി സ്പീഡപ്പ് ആക്കി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഒത്തിരി കൂടെ ബെറ്റർ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. പിന്നെ പറഞ്ഞിട്ട് സ്റ്റുഡൻസ് ഹു will not be able to appear to be held in August 2021 will be given an opportunity to appear in TE or to be held in December 2021. For this purpose, the validity period of registration of those students who registered and ended in June 2021 will be extended to till December 2020. അപ്പോൾ ഇത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ്. വളരെയധികം നല്ല ഒരു ഉണർവ് ഏകുന്ന ഒരു അപ്ഡേറ്റ് ആണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം. നിലവിൽ നമുക്കറിയാം നമ്മുടെ കോൾമി ഫോർ ആപ്പിലും നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും ഒക്കെ നിരവധിയായ മെസ്സേജസ് നമുക്ക് കിട്ടാറുണ്ട്. നമ്മുടെ വാലിഡിറ്റി തീരുകയാണ് ജൂൺ 2021 കൊണ്ട്. അപ്പം നമ്മൾ ഈ എക്സാം പോസ്റ്റ്പോൺ ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കോൺടാക്ട് ചെയ്ത എല്ലാ ആളുകളോടും നമ്മൾ പറഞ്ഞിരുന്നു, നിങ്ങളുടെ ഒന്നുകൊണ്ടും ടെൻഷൻ ആകണ്ട, നിങ്ങളുടെ എക്സാം എപ്പോഴാണോ നടക്കുന്നത് ആ ഒരു ടൈം വരെ നിങ്ങൾക്ക് എക്സ്റ്റൻഷൻ കിട്ടും. ചിലപ്പോൾ അതിന് ശേഷവും ഒരു എക്സ്റ്റൻഷൻ 6 മാസത്തെങ്കിലും എക്സ്റ്റൻഷൻ തരാനുള്ളത് എപ്പോഴും ഇഗ്നോ ശ്രദ്ധിക്കാറ്. കാരണം ഇത് കോവിഡ് വന്നതും പാൻഡമിക് ആയതും നമ്മുടെ കയ്യിലെ ഒരു കുറ്റം കൊണ്ടല്ല, നമുക്ക് കയ്യിൽ നിൽക്കാത്ത അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മുകളിൽ നിൽക്കാത്ത ഒരു കാര്യമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രതിവിധികൾ അവർ തരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു വളരെ മികച്ച ഒരു അപ്ഡേറ്റ് ആണ്. അപ്പം ഏതെങ്കിലും വിദ്യാർത്ഥി ഫൈനൽ ഇയർ വിദ്യാർത്ഥികളാണ് ഓഗസ്റ്റിൽ നടക്കുന്ന എക്സാംസ് അവർക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ പോലും അവർക്ക് ഡിസംബറിൽ എക്സാമിന് എഴുതാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റു വിദ്യാർത്ഥികളെ നേരത്തെ ഫൈനൽ നമുക്ക് ജൂൺ 2021 കൊണ്ട് നിങ്ങളുടെ വാലിഡിറ്റി തീരുന്ന വിദ്യാർത്ഥികൾക്കും ഒരു എക്സ്റ്റൻഷൻ 6 മാസത്തെ എക്സ്റ്റൻഷൻ അവർ തന്നിട്ടുണ്ട് ഓൾറെഡി. ഇത് വളരെ സ്വാഗതാർഹമായ ഒരു അപ്ഡേറ്റ് ആണ്. അപ്പം റിയലി താങ്ക് യു ഇഗ്നോ ഫോർ ഗിവിംഗ് സച്ച് എ ഓപ്പർച്യൂണിറ്റി to pass the exam once again. അപ്പോൾ the fees പിന്നെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് the fees already paid by the students of the term and examination June 2021 for the courses for which no exams is conducted in August or September 2021 will be adjusted against the fees payable ഫോർ ദി സബ്സിക്വൻറ്റ് ടേം ആൻഡ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് നിലവിൽ ഒത്തിരി വിദ്യാർത്ഥികളുടെ സംശയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നേരത്തെ നമ്മൾ ഫീ പേയ്മെൻറ്റ് ചെയ്തപ്പോഴും അതായത് 2020 ജൂൺ എക്സാമിനേഷന് വേണ്ടി നമുക്ക് ഫീ പേയ്മെൻറ്റ് നടത്തുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഫീ പേയ്മെൻറ്റ് നടത്തിയ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കാര്യം നമുക്കറിയാവുന്നതാണ്. അവർ ഫീസ് പേയ്മെൻറ്റ് ചെയ്ത ശേഷം പിന്നെ അവർ എപ്പോഴാണോ എക്സാം നടക്കാൻ വേണ്ടി ഫില്ല് ചെയ്യാൻ വേണ്ടി കൊടുത്തത് ആ സമയത്ത് അവരുടെ ഫീസ് അഡ്ജസ്റ്റ്മെൻറ്റ് നടന്നിരുന്നു. അപ്പോൾ അങ്ങനെ ഫീസ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ ആരെങ്കിലും ഇപ്പോൾ നിലവിൽ എക്സാമിനേഷൻ ഫോം ഫില്ല് ചെയ്യാനുണ്ട് എങ്കിൽ എക്സാംസ് മാറ്റി എന്ന് വിചാരിച്ച് അവർ എക്സാമിനേഷൻ ഫോം ഫില്ല് ചെയ്യാതിരിക്കരുത്. അവർ എത്രയും പെട്ടെന്ന് എക്സാമിനേഷൻ ഫോം ഫില്ല് ചെയ്യുക. എല്ലാവരും തന്നെ എടുക്കുക. നമ്മൾ കഴിഞ്ഞ വർഷം പ്രൊമോഷൻ്റെ ഒരു കാര്യം വന്നപ്പോൾ ഇത്തവണ പ്രൊമോഷനെ കുറിച്ചിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. എന്നെങ്കിലും പ്രൊമോഷൻ്റെ ഒരു കാര്യത്തിൽ സംഭവിച്ചിരുന്നത് അവർ എക്സാമിനേഷൻ ഫോം ഫില്ല് ചെയ്ത വിദ്യാർത്ഥികൾക്ക് ആദ്യം പ്രൊമോഷൻ കൊടുത്തത്. അപ്പോൾ അവർക്ക് ഏകദേശം ജനുവരി ഫെബ്രുവരി മാസത്തിൽ ഈ വർഷം ജനുവരി ഫെബ്രുവരി മാസത്തിൽ തന്നെ അവർക്ക് പ്രൊമോഷൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിച്ചിരുന്നു. പക്ഷേ പ്രൊമോഷന് ഫീസ് അടയ്ക്കാത്ത വിദ്യാർത്ഥികൾക്ക് വളരെ ലേറ്റ് ആയിട്ടാണ് അവർക്ക് ആ നോട്ടിഫിക്കേഷൻ ഏകദേശം 1 മാസം മുമ്പാണ് അവർക്ക് ആ നോട്ടിഫിക്കേഷൻ അവർക്കും പ്രൊമോഷൻ ഉണ്ട് എന്ന കാര്യത്തിൽ ഇഗ്നോ കൺഫേംഡ്. അപ്പം ഇഗ്നോ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞ കാര്യങ്ങളും നേരിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളും തമ്മിൽ ഒത്തിരിയും വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നത്ര ആളുകൾ എക്സാമിനേഷൻ ഫോം ഫില്ല് ചെയ്യുക. ഇൻ കേസ് ഫില്ല് ചെയ്തിട്ട് എക്സാം നടന്നില്ല എങ്കിലും നിങ്ങളുടെ എക്സാമിനേഷൻ ഫീസ് അഡ്ജസ്റ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ടെൻഷൻ ആകേണ്ട ആവശ്യമില്ല. പിന്നെ പറഞ്ഞിട്ടുണ്ട് if the COVID-19 condition in any region or state deteriorates further during the course of examination in August 2021 or September 2021, the exam of the concerned students will be പോസ്റ്റ്പോൺ ആൻഡ് ഹെൽഡ് ഇൻ ഡിസംബർ 2. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ്. ഇത്രയും നാളത്തെ ഒരു നോട്ടിഫിക്കേഷനിൽ ഇങ്ങനെ ഒരു അപ്ഡേറ്റ് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഈ അപ്ഡേറ്റ് വരാനുള്ള കാരണം നമ്മുടെ നിലവിലത്തെ സാഹചര്യത്തിനെ കൊണ്ടാണ് ഇങ്ങനെ ഒരു അപ്ഡേറ്റ് വരുന്നത്. അപ്പോൾ നിലവിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഇഗ്നോയിലെ പല കാര്യങ്ങളെക്കുറിച്ച് നോട്ടിഫിക്കേഷൻ ഇടുമ്പോൾ കമന്റ് ബോക്സിൽ പ്രധാനമായിട്ട് വരുന്ന കാര്യം മറ്റ് യൂണിവേഴ്സിറ്റികളെ കമ്പയർ ചെയ്ത് ഇഗ്നോയുടെ കാര്യം പറയാൻ സാധിക്കില്ല. കാരണം മറ്റ് യൂണിവേഴ്സിറ്റികൾ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏത് യൂണിവേഴ്സിറ്റി എടുത്താലും അതൊരു ഇത്ര ഡിസ്ട്രിക്റ്റിനുള്ളിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്ന യൂണിവേഴ്സിറ്റി. അതേസമയം ഇഗ്നോ പോലൊരു യൂണിവേഴ്സിറ്റി ഒരു കാര്യത്തിൽ വളരെ വിശാലമായ തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്. കാരണം കോവിഡിനെ ഇന്ത്യയിൽ രാജ്യത്തെ ഒരേപോലെ അല്ല, രാജ്യത്ത് പല സ്ഥലങ്ങളിലും കോവിഡിൻ്റെ കണക്കുകളും കോവിഡിൻ്റെ വ്യാപനവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലായിടത്തെയും കാര്യങ്ങൾ സ്ഥിതിഗതികൾ വിലയിരുത്തിയതിന് ശേഷം മാത്രമായിരിക്കും ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നത്. പക്ഷേ അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്തെയോ റീജിയണിലെയോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിലെയോ കോവിഡിൻ്റെ സിറ്റുവേഷൻ അതീവ ദുരിതത്തിലേക്ക് പോവുകയോ
അതീവ നിയന്ത്രണ വിധേയമല്ലാതെ പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ എക്സാംസ് മാറ്റിവെക്കും. പക്ഷേ അങ്ങനെ മാറ്റിവെക്കുന്ന കൺസേൺഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലെ മാത്രമായിരിക്കും. ഇപ്പോൾ കേരളത്തിലെയോ തമിഴ്നാട്ടിലെയോ മാത്രമായിട്ട് അവർക്ക് മാറ്റിവെക്കാൻ സാധിക്കും, പ്രൊവിഷൻ ഉണ്ടായിരിക്കും. ബാക്കി എക്സാംസ് എല്ലാം എപ്പോഴാണോ തീരുമാനിച്ചിരിക്കുന്നത് ആ തീരുമാനിച്ച സമയങ്ങളിൽ തന്നെ നടക്കും. ഇൻ കേസ് എക്സാംസ് വിദ്യാർത്ഥികളുടെ മാറ്റി വെക്കുകയാണെങ്കിൽ ആ മാറ്റി വെക്കുന്ന എക്സാംസ് 2021 ഡിസംബറിൽ നടത്താനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു അപ്ഡേറ്റ് ആണ്. എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങളപ്പോൾ എക്സാമിനേഷന് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത ആളുകളെല്ലാം പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. കാരണം നമുക്ക് ഇങ്ങനൊരു കാര്യം ഉള്ളത് കൊണ്ട് നിങ്ങൾ അതൊരിക്കലും മിസ് ഔട്ട് ആകാൻ സാധിക്കില്ല. അപ്പോൾ ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്. അപ്പോൾ ഇത് നമുക്ക് ഡേറ്റഡ് സൈൻ ആണ്. രജിസ്ട്രാർഡ് സ്റ്റുഡൻറ് ഇവാലുവേഷൻ ഡിവിഷൻ VB നെഗി ആണ്, ഡോക്ടർ VB നെഗി. ഇദ്ദേഹം സൈൻ ചെയ്തതാണ് 9/7/2021 വെളി വന്നതാണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. റീജിയണൽ സെൻറ്റേഴ്സ്, ഇവാലുവേഷൻ ക്യാമ്പ്സ് നമ്മുടെ എല്ലാത്തിൻ്റെയും സൈറ്റിൽ ഇടാനും അപ്ഡേറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഈ സൈറ്റിൽ എത്രയും പെട്ടെന്ന് എല്ലാ നമ്മുടെ സൈറ്റ് കേരളത്തിലെ സൈറ്റുകൾ അപ്ഡേറ്റ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയ ഡേറ്റ്. ഫൈനൽ ഇയേഴ്സിന് മാത്രമാണ് എക്സാം നടക്കുന്നത്. അത് August 3, 2021 നടക്കുന്നതായിരിക്കും. മാസ്റ്റർ ഡിഗ്രി, ബാച്ചിലർ ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ആൻഡ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾ വരുന്ന അവസാന വർഷ വിദ്യാർത്ഥികൾക്കായിരിക്കും എക്സാംസ് ആദ്യം നടക്കുന്നത്. അപ്പോൾ എക്സാംസിന് വേണ്ടി എല്ലാവരും പ്രിപ്പയർ ചെയ്യുക. 3 August സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഫൈനൽ വരുന്ന വിദ്യാർത്ഥികൾ, ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അവർക്ക് ടെൻഷൻ അടിക്കാൻ സമയം കുറച്ചും കൂടെ കൊടുക്കുന്നു. അവരുടെ എക്സാംസ് ഡിസംബറിലാണ് നടക്കുന്നത്. അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് 2 സെമസ്റ്റർ വൈസ് വരുന്ന വിദ്യാർത്ഥികളാണ് 2 സെം ഒരുമിച്ചാണ് എക്സാം എഴുതാൻ പോകേണ്ടത്. അപ്പോൾ അതിനൊരു ടെൻഷൻ ഉണ്ടാവും. നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ മാസ്റ്റർ ഡിഗ്രി പ്രോഗ്രാമുകളിൽ ഇയർ വൈസ് വരുന്ന വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. നിങ്ങളുടെ എക്സാംസ് നന്നായിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക. കാരണം ആ എഴുതിയ എക്സാംസ് ഒന്നും കൂടെ വീണ്ടും എഴുതാനൊരു അവസരം ഉണ്ടാക്കാതിരിക്കുക പ്രത്യേകം. കാരണം നമുക്ക് സമയം വളരെ കുറവാണ്. നിങ്ങളുടെ പഠനത്തെ അതൊക്കെ വളരെ സാരമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഇതാണ് ഇത്രയും ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡയറക്ട്ലി കോൾ മീ ആൻഡ് ക്ലാരിഫൈ ഡൗട്ട്സ്, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ഇട്ടാൽ നമ്മുടെ ടീം ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നത്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, കീപ് പ്രിപ്പയറിംഗ്, കീപ് സേഫ്. എക്സാം പ്രിപ്പറേഷൻ നന്നായിട്ട് പോവുക. എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നല്ല സ്കോറുകൾ വാങ്ങിക്കുക.